സ്മാർട്ട് ഫോണുകളുടെയും സാമൂഹിക മാധ്യമങ്ങളുടെയും വ്യാപകമായ ഉപയോഗം വർദ്ധിക്കുന്ന ഈ കാലഘട്ടത്തിൽ ലൈംഗിക ചുവയോടുള്ള സന്ദേശങ്ങൾ അയക്കുന്നത് ഗുരുതരമായ നിയമപ്രശ്നങ്ങൾക്ക് വഴിവെച്ചേക്കാം. രണ്ട് വ്യക്തികൾ തമ്മിൽ പരസ്പര സമ്മതത്തോടെയാണെങ്കിലും സെക്സ്റ്റിങ്ങിൽ ഏർപ്പെടുന്നത് നിയമപരമായി തെറ്റാണെന്നും ഇത് കുറ്റകരമായേക്കാമെന്നും പുതിയ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. സെക്സ് എന്ന വാക്കും ടെക്സ്റ്റിംഗ് എന്ന വാക്കും ചേർന്നാണ് സെക്സ്റ്റിംഗ് എന്ന വാക്കുണ്ടായത്. ലൈംഗിക ചുവയുള്ള സന്ദേശങ്ങൾ, ചിത്രങ്ങൾ അല്ലെങ്കിൽ വീഡിയോകൾ അയക്കുന്നതിനെയാണ് ഇത് വിവരിക്കുന്നത്. ഇതിൽ സ്വന്തമായി എടുത്തതോ മറ്റൊരാൾ എടുത്തതോ ആയ ചിത്രങ്ങളും വീഡിയോകളും ഉൾപ്പെടാം. ലൈംഗിക ചുവയുള്ള എഴുത്തുകൾ മാത്രമുള്ള സന്ദേശങ്ങളും ഇതിൽ പെടുമെന്ന് വിദഗ്ധർ പറയുന്നു. പിക് ഫോർ പിക്, സെൻസിങ് ന്യൂഡ്സ് തുടങ്ങിയ പ്രയോഗങ്ങളും ഈ പ്രവൃത്തികളെ സൂചിപ്പിക്കാൻ പ്രയോഗിക്കാറുണ്ട്. ഫോണുകൾ, ടാബ്ലറ്റുകൾ, ലാപ്ടോപ്പുകൾ തുടങ്ങിയ ഉപകരണങ്ങൾ വഴി ഇത്തരം ചിത്രങ്ങളും വീഡിയോകളും എളുപ്പത്തിൽ പങ്കുവയ്ക്കാൻ സാധിക്കുമെങ്കിലും ഒരു തവണ അയച്ചു കഴിഞ്ഞാൽ അവ തിരിച്ചെടുക്കാൻ കഴിയില്ല. ഈ ഉള്ളടക്കം ദുരുപയോഗം ചെയ്യപ്പെടാനും വ്യാപകമായി പ്രചരിക്കാനും സാധ്യതയുണ്ട്. ചില സാഹചര്യങ്ങളിൽ വ്യക്തികൾക്ക് തങ്ങളുടെ ലൈംഗിക ചിത്രങ്ങളോ വീഡിയോകളോ പങ്കുവയ്ക്കാൻ പങ്കാളികളിൽ നിന്നോ മറ്റുള്ളവരിൽ നിന്നോ സമ്മർദ്ദം നേരിടേണ്ടി വരാം. ഇത് വ്യക്തികളെ ദോഷകരമായി ബാധിക്കാനും പിന്നീട് മറ്റ് ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാനും സാധ്യതയുണ്ട്. ഇവയിൽ ചെറിയ കുട്ടികൾ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ സെക്സ്റ്റിംഗ് ഗുരുതരമായ നിയമപരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും. ഇത്തരം സാഹചര്യങ്ങൾ കുട്ടികളുടെ ലൈംഗിക ചൂഷണങ്ങളുടെ പരിധിയിൽ വരുന്നതിനാൽ പോക്സോ നിയമം പോലുള്ള കർശന നിയമങ്ങൾ പ്രകാരം ഇത്തരം പ്രവൃത്തികളിൽ ഏർപ്പെടുന്നവർ ശിക്ഷിക്കപ്പെടാൻ സാധ്യതയുണ്ട്. സൈബർ നിയമങ്ങൾ, ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് എന്നിവയും ഇത്തരം കുറ്റകൃത്യങ്ങളെ നിയന്ത്രിക്കുന്നു. സമ്മതത്തോടെയുള്ള മുതിർന്നവർക്കിടയിൽ പോലും സെക്സ്റ്റിംഗ് നടത്തുന്നത് സ്വകാര്യതയുടെ ലംഘനത്തിനും പിന്നീട് ഭീഷണികൾക്കും ചൂഷണങ്ങൾക്കും കാരണമായേക്കാം. അതിനാൽ വ്യക്തികൾ ഈ വിഷയത്തിൽ അതീവ ജാഗ്രത പാലിക്കേണ്ടത് അനിവാര്യമാണ്.